Watch full episodes on Jio Hotstar. മനോഹരമായ കാറ്റാണല്ലേ? ശരിക്കും ഈ സ്ഥലം അടിപൊളിയാണല്ലേ? കഴിക്കുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോ തന്നെ എന്റെ മനസ്സും വയറും നിറയുന്നു. ഓഹോ, എന്തൊരു തണുപ്പാണിത്. വരൂ, ചായ കുടിക്കാം. കുടിക്കാം കുടിക്കാം. കൂട്ടുകാരെ, എന്ത് മനോഹരമായ മലയാണെന്ന് നോക്കിക്കേ. അതൊക്കെ പിന്നെ കാണാം, ഇങ്ങോട്ട് വാ. ആ പർവ്വതം എന്ത് രസമാണെന്നറിയാ കാണാൻ. ചായ കുടിച്ചിട്ട് നമുക്ക് അവിടെയൊക്കെ ഒന്ന് കറങ്ങി വെച്ച് വരാം കേട്ടോ. നിങ്ങൾ അങ്ങോട്ട് പോകരുത്. ആ സ്ഥലത്ത് ഡെൻഡോഴ്സ് ഉണ്ട്. ഈ ഡെൻഡോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? അതിപ്പോ ഞാൻ എങ്ങനെ പറഞ്ഞു തരിക? ഈ പാതി കുതിരയും പാതി മനുഷ്യനായിട്ടുള്ള സംഭവം ഇല്ലേ, അതുപോലെ ഡെൻഡേഴ്സും ഉണ്ട്. പാതി ഡ്രാഗണും പാതി മനുഷ്യനും. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ലേട്ടാ. നിങ്ങൾ ഒരു പക്ഷേ ഡെൻഡേഴ്സിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നാലും നിങ്ങൾക്ക് ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെയുള്ള തണുപ്പിൽ നിങ്ങൾ ഉറഞ്ഞു പോകും. നിങ്ങൾ ജലദോഷമൊക്കെ പിടിച്ച് ആകെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോ ഞാൻ പോകുന്നു. വലിയേട്ടാ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു മരുന്ന് തരൂ പ്ലീസ്. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, നമ്മൾ എല്ലാവരും ഓരോ സിപ്പ് വെച്ച് കുടിക്കാം. പിന്നെ നമുക്ക് ആർക്കും തണുപ്പ് പിടിക്കില്ല. മോട്ടു, നിന്റെ ജലദോഷം പൂർണ്ണമായി മാറും. അതെ ചേട്ടാ, എന്റെ മോട്ടു, നീ എന്താ ചെയ്തത്? എന്തിനാ അങ്ങനെ ചെയ്തത്? ബോട്ടിൽ മൊത്തം നീ കുടിക്കാൻ പാടില്ല. ഇപ്പൊ നിന്റെ ദേഹത്ത് ചൂട് കൂടും. അത് നിന്നെ കൊണ്ട് സഹിക്കാനാവില്ല. നിന്റെ അവസ്ഥ ഇനി എന്താവോ എന്തോ. എന്ത് സംഭവിക്കാനാ വലിയേട്ടാ? എന്റെ ചങ്കേന്റെ ബ്രോ, ഇതാണ് ആ മരുന്ന് കാണിച്ച പണി. ഇറങ്ങൂ എന്റെ കടയിൽ നിന്ന്. നിങ്ങൾ എല്ലാരും ചേർന്ന് എന്റെ കട തീ വെച്ച് നശിപ്പിക്കാൻ പോവാണോ? സോറി, വെരി സോറി ചേട്ടാ. ഓടി വാണോ, അയാളെ പിടിക്കവരെ. പിടിക്കവരെ, വിടുന്നത്. അയ്യോ, എന്താ ഈ പുതിയ പ്രശ്നം? സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം. പതിവ് പോലെ എനിക്ക് തന്നെ പണി കിട്ടി. ചിങ്കം സാറേ, ഇവരെല്ലാരും ആ മലയുടെ സൈഡിലേക്കാണ് പോകുന്നത്. പുറകെ പോ, വിടരുന്നവരെ. എന്റെ കണ്ണിൽ നിന്നും അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. നിങ്ങളെ ഞാൻ പിടിച്ചിരിക്കും. പത്തലു, ഇത്രയും മേളിൽ നിന്ന് നോക്കുമ്പോ ഇത് എന്ത് ഭംഗിയാണല്ലേ കാണാൻ. അതേ മോട്ടു, വളരെ മനോഹരമായിട്ടുണ്ട്. ഹായ്, പൊളിച്ചെടുത്തല്ലോ. ഇത്രയും മനോഹരമായ കാഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. മോട്ടു, വേണ്ട 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 മോട്ടു, വേണ്ട വേണ്ട. വായ തുറക്കരുത്, മിണ്ടാതിരിക്കെ. വായ തുറക്കരുത്. നീ വായ തുറന്നാൽ തീ വരും, മനസ്സിലായോ? വായടച്ച് മിണ്ടാതിരിക്കും മോട്ടു. മോട്ടു, ഞങ്ങളെയൊക്കെ തീയിടുന്നൊന്ന് നിർത്ത്. എന്നിട്ട് വേഗം പോ. ആ കേബിൾ കാർ തീ പിടിച്ചിരിക്കുക. അത് വേഗം പോയി കെടുത്ത്. അയ്യോ, വീട് 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 വീട്. അയ്യോ, വീടു. അയാൾ ചേട്ടാ ഇങ്ങോട്ട് വരുന്നു. എന്താ ഉദ്ദേശിച്ചാണ് മരമെന്ന് കണ്ടാലേ അറിയാം. ഇങ്ങോട്ട് വരരുത്. വേണ്ട വേണ്ട, ദയവേദി ഇങ്ങോട്ട് വരരുത്. അയ്യോ, ഞങ്ങളെ രക്ഷിക്കണേ. അയ്യോ, ചെറുതായിട്ട് എരിഞ്ഞോണ്ടിരുന്നത് മൊത്തം കത്താൻ തുടങ്ങി. സോറി, ഞങ്ങളാണ് തെറ്റ് ചെയ്തത്. നിങ്ങളുടെ പിന്നാലെ ഇനി ഞങ്ങൾ വരില്ല.
ഞങ്ങൾ തിരിച്ചു വെക്കോളാം. ദയവേത് ഞങ്ങളെ വെറുതെ വിടണം. മോട്ടു നീ തീ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഇനി എന്ത് ചെയ്യാനാ പറയുന്നത്? ഞാൻ എങ്ങനെ തീ കെടുത്തുക? എനിക്ക് വേറെ വഴിയൊന്നും തോന്നുന്നില്ല. തീ ഊതിയല്ലേ കെടുത്താൻ പറ്റൂ. ആ. എടാ മോട്ടു, എന്റെ ചങ്കേന്റെ ബ്രോ, ഇന്നാ ഇത് ഉപയോഗിച്ചാ തീ അണക്ക്. മോട്ടു ഏയ് മോട്ടു, എന്റെ ചങ്കേന്റെ ബ്രോ സൂക്ഷിച്ച്. അയ്യോ, വീണു. രക്ഷപ്പെട്ടു. ആഹാ, ഇയാള് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണല്ലോ. ഇവര് ശരിക്കും നല്ല മനുഷ്യരാ. നമ്മളാണ് ആവശ്യമില്ലാതെ ഇവരെ പിന്തുടർന്ന് വന്നത്. താങ്ക് യു. വളരെ നന്ദിയുണ്ട് ചേട്ടാ. നിങ്ങൾ നിങ്ങളുടെ ജീവൻ പണയം വെച്ചാണ് ഞങ്ങളെ രക്ഷിച്ചത്. താങ്ക് യു. ബൈ ബൈ. പൊളിച്ചെടുത്തല്ലോ. നിങ്ങൾ അങ്ങോട്ട് നോക്കിയേ. ആ മലയുടെ മുകളിൽ ഞാൻ ഡെൻഡോസറിനെ കണ്ടുട്ടാ. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, തീർച്ചയായും അത് ഡെൻഡോർ തന്നെ. വരൂ, നമുക്ക് എല്ലാവർക്കും പോയി നോക്കാം. അയ്യോ, അങ്ങോട്ട് പോകല്ലേ, പോകല്ലേ. അത് തീ തുപ്പുന്ന സാധനമാണ്. ദയവേത് നിങ്ങൾ ആരും അങ്ങോട്ട് പോകല്ലേ, പോകല്ലേ, പോകല്ലേ. ദയവേത് പോകല്ലേ. അല്ല, ആരോ വന്നിട്ടുണ്ട്. പൊളിച്ചെടുത്തല്ലോ. അകത്തേക്ക് പോകുന്നത് നിർബന്ധമാണോ? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും വലിയ ഡെൻഡോസറിനെയും ഗുഹയും ഞാൻ കണ്ടിട്ടേ ഇല്ല. മമ്മി രക്ഷിക്കണേ. അല്ല, അത് പോയോ? ഇതിനകത്തേക്ക് വരുന്നതാണല്ലോ നമ്മൾ കണ്ടത്. ഇപ്പൊ തന്നെ ഒരുപാടായി. ഇന്ന പിടിച്ചോ, പിടിക്കേ. കൂട്ടുകാരുടെ ദേഹത്ത് തീ തുപ്പിയല്ലേ? ഈ മോട്ടുവും ആ ഡെൻഡറും ചേർന്ന് ഫൈറ്റ് ചെയ്ത് നമ്മളെ തന്തൂരാക്കൊന്നാ തോന്നുന്നേ. ഡോക്ടർ ജഡ്ക, ഈ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ ആന്റി ഫയർ ജെല്ലൊന്നും ഇല്ലേ? ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, ദാ ഉണ്ടല്ലോ. എല്ലാവരും ഈ ജെല്ല് പുരട്ടു. ആ, ഇന്നാ വേഗം പുരട്ട്. അല്ല, ഇത് മുമ്പേ തരാമായിരുന്നില്ലേ? നീ പറഞ്ഞോണ്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറല്ലേ? എങ്കിൽ വരൂ. പിടിച്ചോ, പിടിച്ചോ. അതെ, നീ എവിടേക്കാണ് പോകുന്നത്? എവിടേക്കാണ് രക്ഷപ്പെട്ടു പോകുന്നത്? അല്ല, ഞാൻ ശരിയായോ? ഞാൻ ഗുണമായിരിക്കുന്നു. ആഹാ ചേട്ടാ, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. എനിക്കറിയില്ലായിരുന്നു എന്റെ ചികിത്സ എന്ന് പറയുന്നത് തീയായിരിക്കുമെന്ന്. ദാ ഇപ്പൊ ഞാൻ ശരിയായത് കണ്ടില്ലേ? അപ്പൊ നിങ്ങളുടെ ചികിത്സ തീയായിരുന്നു അല്ലേ? എന്ന് വെച്ചാ നിങ്ങൾ ഡെൻഡർ ആയിരുന്നില്ലേ? ഞാനാണ് സയന്റിസ്റ്റ് ആചാര്യ. ഇവിടെ ഡ്രാഗൺസിനെ പറ്റി റിസർച്ച് ചെയ്യാൻ വന്നതാ. കാരണം ഞങ്ങളുടെ അയൽ രാജ്യത്തിൽ കുറെ ഡ്രാഗൺസിന്റെ സ്റ്റോറീസ് നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അന്ന് തൊട്ടാണ് ഞാൻ ഇങ്ങനെ പകുതി മനുഷ്യനും പകുതി ഡ്രാഗണുമായി മാറിയത്.
എന്നിട്ട് എനിക്ക് അറിയില്ലായിരുന്നു എന്റെ ചികിത്സ എങ്ങനെ ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊരു വഴി കണ്ടുപിടിക്കുകയായിരുന്നു. ആരെയും ഈ സ്ഥലത്ത് ഞാൻ കേട്ടത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. താങ്ക് യു. ഇനി മുതൽ ഞാൻ ഈ റിസർച്ച് ഒരിക്കലും ചെയ്യില്ല. ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു. സയന്റിസ്റ്റ് സാർ, താങ്കൾക്ക് ഇപ്പൊ എന്തായാലും സുഖമായല്ലോ. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അയ്യോ, ഇന്നാ പിടിച്ചോ. താങ്ക് യു വലിയേട്ടാ. എനിക്കിപ്പോ ശരിയായി. ആരും വിഷമിക്കണ്ട, കുറച്ച് എഫക്റ്റ് ബാക്കിയുണ്ടായിരുന്നു, അതും ഇപ്പൊ തീർന്നു. എന്നെ വിശ്വസിക്കുന്നേ. കൊച്ചേ, വരൂ നമുക്ക് ചെന്ന് നല്ല ചൂടുള്ള സമൂസ കഴിക്കാം. വരൂ വരൂ, ബലൂൺ വാങ്ങൂ. എല്ലാ കളറിലും ബലൂൺ ഉണ്ട്. വരൂ, വാങ്ങൂ, എല്ലാരും വാങ്ങൂ. വണ്ടി ഇവിടെ നിർത്തി. വരൂ വരൂ, നിങ്ങളുടെ മൊബൈൽ എല്ലാം എന്റെ കയ്യിൽ തരൂ. ഞാൻ നിങ്ങളുടെ മൊബൈലിന്റെ ലോക്ക് എല്ലാം 1 സെക്കൻഡിനുള്ളിൽ അൺലോക്ക് ചെയ്തു തരും. ആരുടെ ഫോണാണോ അൺലോക്ക് ചെയ്യാൻ പറ്റാത്തത് അവർക്ക് ഞാൻ 1000 രൂപ സമ്മാനമായി കൊടുക്കും. അങ്ങനെയാണോ? എന്നാ പിടിച്ചോ. കൊള്ളാലോ. ഇതാ, ഇതാ. ഇതാ നോക്കൂ, എല്ലാ ഫോണും അൺലോക്കായി. ഓഹോ, ഇത് സത്യത്തിൽ തുറന്നല്ലോ. യു ആർ അൺബിലീവബിൾ. യു ആർ അമേസിംഗ്. ഇന്ന് എന്റെ മൊബൈൽ ഒന്ന് അൺലോക്ക് ചെയ്തേ. തരൂ തരൂ. ഓഹോ, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ താങ്കളുടെ പാസ്വേഡ് വളരെ സ്ട്രോങ് ആയിരിക്കും അല്ലേ? ഇതാ പിടിച്ചോളൂ, താങ്കളുടെ 1000 രൂപ. വീണ്ടും അൺലോക്ക് ചെയ്യണമോ? അപ്പോൾ നിങ്ങൾ പാസ്വേഡ് വീണ്ടും സ്ട്രോങ് ആക്കിയല്ലേ? ഡോക്ടർ ജഡ്ക, നിങ്ങൾ കണ്ടോ, അയാൾ വീണ്ടും വീണ്ടും അയാളുടെ പോക്കറ്റിനടുത്ത് മൊബൈൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴാണ് മൊബൈൽ അൺലോക്ക് ആകുന്നത്. ഇവൻ എന്തോ തരികിട കാട്ടുന്നുണ്ടെന്നാ തോന്നുന്നേ. അവൻ ഒരേ ആക്ഷനാ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടാ എന്റെ ചങ്കേന്റെ ബ്രോ, ഇവരെന്തോ സ്കാൻ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇവൻ ആ സിം കാർഡൊക്കെ ക്ലോൺ ചെയ്യാന്നാ തോന്നുന്നേ. മൊബൈൽ കൊടുത്തവരെയൊക്കെ അവൻ പറ്റിക്കാൻ നോക്കുക. നിൽക്കൂ, ഇവൻ നിങ്ങൾ എല്ലാവരെയും പറ്റിക്കാൻ നോക്കുകയാണ്. ഇവൻ നിങ്ങളുടെ മൊബൈലൊക്കെ സ്കാൻ ചെയ്ത് അതിലുള്ള സിം കാർഡ് ക്ലോൺ ചെയ്യാൻ നോക്കിയാണ്. എന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള കാശ് മുഴുവനും അവന്റെ അക്കൗണ്ടിലേക്ക് അവൻ മാറ്റുന്നതായിരിക്കും. ആണോ? അതെ, എന്റെ ബാങ്കിൽ നിന്ന് 50,000 രൂപ പോയി. ഞാൻ ഇപ്പോഴാണ് അവന്റെ അടുത്ത് എന്റെ മൊബൈൽ കൊടുത്തത്. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? നോക്കേ, ഇയാൾ പറയുന്നതായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല കേട്ടോ. എന്റെ പേരാണ് ടോൾഡി മൊബൈൽക്കാരൻ. ആരെങ്കിലും പറയുന്നത് കേട്ട് എന്നെ കുറ്റം വന്നല്ലോ. നിങ്ങളെ ഞാൻ ഈ തോക്ക് കൊണ്ട് വെടിവെച്ച് കൊന്നുകളയും. മോട്ടു, ആണോ? എങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം. എന്നെ നീ പേടിപ്പിക്കൂ അല്ലേ? ഇന്നെ പിടിച്ചോ. അയ്യോ, ഇവരെന്തായി കാണിക്കുന്നേ? എന്റെ കാർഡോറിലെടുത്ത് എന്നെ തന്നെ ഇവര് പറപ്പിച്ച് കളയാണ്. വരുന്നേ, നമുക്ക് ഒരുമിച്ച് ഇനിയാണ് കളിക്കാം. രസം. പൊളിച്ചെടുത്തല്ല. എന്റെ 20 തലമുറയിൽ ഇങ്ങനത്തെ ഒരു കളി ഞാൻ ഇതുവരെ കളിച്ചിട്ടേ ഇല്ല. അയ്യോ, ഒന്നും ചെയ്യല്ലേ. താങ്ക് യു മോട്ടോജി. നിങ്ങൾ ഞങ്ങളെ എല്ലാവരും രക്ഷിച്ച് ഞങ്ങളുടെ കണ്ണുകളൊക്കെ തുറന്നു. അല്ലെങ്കിൽ ഞങ്ങളെ അയാൾ ഇനിയും പറ്റിക്കായിരുന്നു. വരൂ, നമുക്കെന്നാൽ പോയി സമൂസ കഴിക്കാം. എനിക്ക് വല്ലാണ്ട് വിശക്കാൻ തുടങ്ങി. വേഗം വാ. ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ മൊബൈൽക്കാരൻ ഇപ്പം നിനക്കുള്ള പണി തരാൻ പോകുന്നത് കണ്ടോളൂ. ഇനി നോക്കിക്കോ, അവന്റെ മുഖം വെച്ച് തന്നെ ഞാൻ മെസ്സേജ് അയക്കാൻ പോവുകയാണ്. ആളുകൾ ഇവന് എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. നീ ഇപ്പൊ വന്നിട്ട് നേരെ എന്റെ മുഖത്ത് ആഞ്ഞൊരടി അടിച്ചാൽ ഞാൻ നിനക്ക് 1000 രൂപ തരുന്നതായിരിക്കും. ചാലഞ്ച്. നിനക്കൊരിക്കലും എന്നെ കണ്ടുപിടിച്ച് തല്ലാൻ പറ്റില്ല. എത്ര തല്ല് നീ എന്നെ തല്ലുന്നോ അത്രയും ആയിരങ്ങൾ നിനക്ക് വന്നു ചേരുന്നതായിരിക്കും. ഇത് വലിയ ലോട്ടറി ആണല്ലോ. ഇയാളിപ്പോ എവിടെ ഇരിക്കുന്നത്? എവിടെയാണ് ഇയാള്? അല്ല, ഇയാൾ എവിടെയാ ഇരിക്കണേ? അവിടെ ഇരിക്കുന്നു. വേണ്ട, വേണ്ട.
ഞാനൊരു പഞ്ച് ചെയ്തു. ഞാൻ 2 പഞ്ച് ചെയ്തു. അയ്യോ, എന്താണ് സംഭവിച്ചത്? അല്ല, ഇവിടെ ചൂടായിട്ട് എന്താ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? രക്ഷിക്കണേ! സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം. Come on, charge. വേഗം വരൂ. നമുക്ക് ഓടി രക്ഷപ്പെടാം. മോട്ടു, എനിക്ക് തോന്നുന്നത് ആ മൊബൈൽക്കാരൻ നിനക്കിട്ട് എന്തോ ഒന്ന് പണിഞ്ഞതെന്നാ. അവൻ നിന്നെ പഴി വാങ്ങിയിരിക്കുകയാണ്. വേഗം വാ, വേഷം മാറിയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വരൂ. അത് ശരി, ഗെറ്റപ്പൊക്കെ ചേഞ്ച് ചെയ്ത് പോവുകയാണല്ലേ. ശരി, ഇനി അടുത്ത പണി തരാം. എന്നെ അടയാളം കണ്ടുപിടിച്ച് എന്നെ എത്രത്തോളം നിങ്ങൾ വലിച്ചെറിയുന്നോ അത്രയും ആയിരങ്ങൾ നിങ്ങളുടെ കയ്യിൽ വന്ന് ചേരുന്നതായിരിക്കും. അല്ല, എവിടെയാണ് ഈ മനുഷ്യൻ? എവിടെയാന്ന്? ആരെങ്കിലും ഒന്ന് തേടി കണ്ടുപിടിക്ക്. 1000 രൂപ കിട്ടും. അല്ല, അയാൾ എവിടെയാണ്? അതേ നിൽക്കുന്നു. മോട്ടു, പിടിക്ക്. എന്നെ വലിച്ചെറിയല്ലേ, അല്ല, വലിച്ചെറിയല്ലേ. ദൂരം നോക്കണ്ടേ? പൈസ ദൂരം നോക്കിയിട്ടല്ലേ തരുവുള്ളൂ. ഡിസ്റ്റൻസ് അളക്കാനായിട്ട് എന്റെ കയ്യിൽ ഒരു ഗാഡ്ജറ്റ് ഉണ്ട്. എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും വലിച്ചെറിഞ്ഞോളൂ. ആ ദൂരം ഞാൻ അളന്നു തരാം. നിർത്ത്. എന്തിനാ അവൻ അടിക്കുന്നത്? അത് ആദ്യം പറ. ഇവൻ ഞങ്ങളുടെ ഫ്രണ്ടാണ്. ഓ, ഇത് ഇവന്റെ കൂട്ടുകാരായിരുന്നോ? എങ്കിൽ ഇവരെയും പിടിച്ച് വെള്ളത്തിലോട്ട് വലിച്ചെറിയേ. ആ ഡിസ്റ്റൻസ് ഞാൻ അളക്കാം. രക്ഷപ്പെട്ടു. ആരും വിഷമിക്കല്ലേ, എല്ലാവരും എന്റെ അടുത്തേക്ക് വന്നേക്ക്. ചേട്ടാ, ഇങ്ങോട്ട് നോക്ക്. പൊളിച്ചെടുത്തല്ലോ. ഡോക്ടർ ചട്ടീനെ കണ്ടില്ലേ? അദ്ദേഹം ഫാൻ എടുത്തിങ്ങനെ പറക്കണേട്ടാ. പിടിക്കൂ. ഞാൻ നിങ്ങൾ എല്ലാവർക്കും ഫ്ലൈയിങ് ഹെൽമെറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. വരൂ സുഹൃത്തുക്കളെ. രക്ഷപ്പെട്ടേ. ഡോക്ടർ ചെട്ക, ആ മൊബൈലുകാരൻ ഇവിടെ എവിടെങ്കിലും ഉണ്ടോ? ഞാനും അവനെന്നെ തെരയുന്നത്. എവിടെ പോയി അവൻ? ആ, അതെ, അവിടെയുണ്ട്. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഞാൻ അവനെ കണ്ടു. അവൻ എവിടെയാ ഒളിച്ചിരിക്കുന്നതെന്ന് ഞാൻ കണ്ടു. വരൂ, നമുക്ക് അവനെ പിടിക്കാം. അതെ. എവിടെ പോയി അവന്മാരെല്ലാം? ഇപ്പോ വേഷമെല്ലാം മാറ്റിക്കൊണ്ട് അവരെന്നെ തേടി വരും. ഞങ്ങൾക്ക് വേഷം മാറിയിട്ട് നിന്നെ തെരയേണ്ട ഒരാവശ്യമില്ല. ഞങ്ങൾ നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ വന്നതാണ്. സോറി, ആവശ്യമില്ലാതെ ഞങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തിൽ കയറി വന്നതാ. ഞങ്ങൾക്കറിയില്ലായിരുന്നു നിങ്ങൾ ഇത്രയും വലിയൊരാളാണെന്ന്. ഇത് തന്നെയല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്. ഈ ടോണി മൊബൈൽക്കാരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പണി തന്നിരിക്കുമെന്ന്. നിങ്ങൾ എല്ലാവരും ചേർന്ന് എല്ലാവരുടെ മുന്നിൽ എന്നെ എക്സ്പോസ് ചെയ്തില്ലേ? പക്ഷേ നിനക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നു? ഞങ്ങൾ ഇതൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലല്ലോ. ആ, അവൻ കുടുങ്ങി. അവിടെ ഇത് ഫിറ്റ് ചെയ്തോ? പൊളിച്ചെടുത്തല്ലോ. എല്ലാരും വരൂ, എന്നിട്ട് കണ്ടോളൂ ഈ മൊബൈൽ തട്ടിപ്പുകാരൻ എങ്ങനെ നിങ്ങളെ പറ്റിച്ചിരിക്കുന്നെന്ന്. എന്നിട്ട് നിങ്ങൾ തന്നെ അവന് ശിക്ഷ കൊടുക്കലണ്ടാ. ആളുകളുടെ ഫോണിന്റെ ലോക്ക് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞ് അവർക്ക് 1000 രൂപ സമ്മാനമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ ഫോൺ സ്കാൻ ചെയ്ത് അവരുടെ സിം എല്ലാം ഞാൻ ക്ലോൺ ചെയ്യും. അതിനുശേഷം അവരുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഞാൻ അടിച്ചു മാറ്റും. ഇതെല്ലാം മോഡേൺ ടെക്നോളജിയുടെ മാജിക് ആണ്. എടോ, തന്റെ ഫോട്ടോ എടുത്ത് സ്വരം മാറ്റി തന്റെ രീതിയിൽ സംസാരിച്ച് മെസ്സേജ് അയച്ചത് ഞാനാണ്. ഐ ആം ദി ബെസ്റ്റ്. ആർക്കും ഈ ടോണി മൊബൈൽക്കാരനെ തടയാൻ സാധിക്കുകയില്ല. ജനങ്ങൾ വിചാരിച്ചാലേ നിന്നെ ഒന്നുമല്ലാതാക്കി കളയാൻ സാധിക്കും. ഇപ്പൊ അവരൊക്കെ എന്താ ചെയ്യാൻ പോകുന്നത് നീ കണ്ട് രസിക്കേ. പൊളിച്ചെടുത്തല്ലോ. വരൂ, കണ്ടോളൂ മൊബൈൽ വെച്ച് എങ്ങനെയാ തട്ടിപ്പ് നടത്തുന്നതെന്ന്. എന്നിട്ട് നിങ്ങൾ തന്നെ അവര് ശിക്ഷ കൊടുക്കണട്ടാ. പൊളിച്ചെടുത്തല്ലോ. ആ, ആ.
അല്ല ഇതെന്താ സംഭവം? ഗാഡ്ജറ്റ് ഉപയോഗിക്കുന്നത് നിനക്ക് മാത്രമേ അറിയൂന്ന് കരുതിയോ നീ? ഞങ്ങളുടെ വലിയേട്ടൻ ഇതൊക്കെ നിഷ്പ്രയാസമുള്ള കാര്യമാണ്. മാത്രമല്ല ഇദ്ദേഹം ഒരു സൂപ്പർ സോണിക് സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തെ പോലെ ഒരു സയന്റിസ്റ്റും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളോട് സംസാരിച്ച എല്ലാ കാര്യവും പബ്ലിക്കിന് മനസ്സിലായി. വലിയേട്ടാ ഒന്ന് റീവൈൻഡ് ചെയ്ത് കാണിച്ചു കൊടുക്കേട്ടാ. അവരുടെ ഫോൺ സ്കാൻ ചെയ്ത് അവരുടെ ബാങ്ക് അക്കൗണ്ട് ഞാൻ അടിച്ചു മാറ്റും. അയ്യോ നിർത്ത ദയവായി നിർത്ത. ഇതെല്ലാം കള്ളമാണ്. നിർത്ത്. ഇതെല്ലാം ബോട്ട് പത്രത്തിന്റെ നാടകമാണ്. ഇമാര് കള്ളന്മാരാണ്, വിശ്വസിക്കരുത്. ഇതാണ് കള്ളൻ. ഇയാളെ പിടിക്ക്. ഇയാളെ വിടരുത്. വിടാൻ പറ്റില്ല. നിങ്ങൾ അന്വേഷിക്കുന്ന കുറ്റവാളി എടുത്തോണ്ട് പോയി ഇഷ്ടംപോലെ പെരുമാറിക്കോളൂ. ആളെ കാണുന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല. പിടിച്ചെടുക്കുന്ന കാര്യം Watch India's largest kids library only on Jio Hotstar. Download the app now.